मैं एक तिनका होता, ഞാൻ ഒരു പുൽക്കൊടിയായിരുന്നുവെങ്കിൽ, मैं एक चिड़िया होता, ഞാൻ ഒരു പക്ഷിയായിരുന്നുവെങ്കിൽ, ഇങ്ങനെയൊക്കെയായിരുന്നു അവരുടെയൊക്കെ ചിന്ത എങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രമേൽ ബേജാറാവണം, നമ്മൾ എത്രമേൽ പേടിക്കണം, നമ്മൾ എത്രമേൽ ഭയക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ യാത്രയൊന്ന് ആലോചിച്ചു നോക്കൂ. ഖബറിന്റെ ഏകാന്തതയിലേക്ക് എല്ലാവരും നാം ഒറ്റക്ക് വന്നതുപോലെ, ഏകനായി നാം വന്നതുപോലെ, നമുക്ക് കൂട്ടുകാരും സന്തതികൾ, നമ്മുടെ മാതാപിതാക്കളും നമ്മെ കാത്തിരിക്കുന്ന ഒരു ലോകത്തേക്കാണ് ഒറ്റക്ക് നാം വന്നത് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒറ്റക്ക് വന്നതിനേക്കാൾ ഭീകരമായ അവസ്ഥയിൽ നാം മടങ്ങിപ്പോകുന്ന ആ രംഗം, ആരുമില്ലാത്ത രംഗം. ഇവിടെ നമുക്കെല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, നമ്മെ അറിയുന്നവരും കാണുന്നവരുമുണ്ട്. നാം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വന്തമായിട്ടൊന്നുമില്ല. എല്ലാം നമ്മുടെ അനന്തരാവകാശികളുടേതായി. പിന്നെ നമ്മുടെ പേരുമാറ്റിയവർ, നമ്മുടെ ഓരോ സാധനങ്ങളും അവരെല്ലാവരും പങ്കിട്ടെടുക്കാൻ തുടങ്ങി. നമ്മുടെ വസ്ത്രങ്ങൾ നമ്മുടേതല്ലാതെയായി മാറി, നമ്മുടെ വാഹനങ്ങൾ നമ്മുടെ അല്ലാതെയായി മാറി. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളുണ്ടല്ലോ, അതൊന്നും നിങ്ങളുടേതല്ലാതെയായി മാറി. നിങ്ങളുടെ മക്കളുടെ, നിങ്ങളുടെ ഭർത്താവിന്റെ ആരാണോ നിങ്ങളുടെ അനന്തരാവകാശികൾ, അവരുടേതായി മാറി. നിങ്ങൾ ഖബറിലേക്കുള്ള ഏകാന്തമായ യാത്രയിലാണ്. ഈ യാത്ര നിങ്ങളുടെ പരീക്ഷണമാണ്. ഈ യാത്ര നിങ്ങൾ നല്ലവരാണെങ്കിൽ നിങ്ങളുടെ കൂടെ മലക്കുകൾ ഉണ്ടാകും, നിങ്ങളുടെ മുന്നിൽ മലക്കുകൾ ഉണ്ടാകും, നിങ്ങളുടെ പിന്നിലും മലക്കുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും.